ഹായ് ഗേസ്, ഞാനുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പെട്ടിച്ചിറ ടോളിന്റെ മുൻവശത്തായിട്ടാണ് കേട്ടോ. നാഷണൽ ഹൈവേ കടന്നു പോകുന്ന പ്രധാന ടൗണുകളും മറ്റുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ശരി, പോകാം നമുക്ക് വീഡിയോ. ഈ കാണുന്നത് മിനി പമ്പ, മല്ലൂർ ശിവപാർവതി ക്ഷേത്രം. അമ്പലത്തിലെ പ്രതിഷ്ഠ പറഞ്ഞാൽ ശിവനും പാർവതിയും അയ്യപ്പനും ഗണപതിയുമാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയപ്പോൾ സ്വാമിമാർ ഒരുപാട് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഉച്ച സമയമാണ്. വളരെ പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് മല്ലൂർ ശിവപാർവതി ക്ഷേത്രം. ശബരിമല മണ്ഡലകാല സമയത്ത് മിക്ക സ്വാമിമാരും ഇവിടെ വന്നിട്ട് കുളിച്ച് തൊഴുതിട്ടേ പോവുള്ളൂ. ഇവിടെ വണ്ടി നിർത്താനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള കാരനെ കുളിക്കുന്നതിനും വിരിവെക്കുന്നതിനും എല്ലാം സൗകര്യമുള്ളൊരു ക്ഷേത്രമാണ്. ഒരുപാട് സ്ഥലമുണ്ട്. ഇതാണ് പുതിയ പാലട്ട. ഇവിടെ കൂടുതലും കാണുന്നത് കർണാടക സ്വാമിമാരെ തന്നെ കേട്ടോ. ഇവിടെ കാണുന്നത് കൂടുതൽ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ട്. ഉച്ച സമയത്താണ് ഇപ്പോൾ ഇത്ര വണ്ടി. വൈകിട്ടും രാവിലെ ആണെങ്കിൽ ഇതിലും കൂടുതൽ വണ്ടികളുണ്ടാവും. സ്വാമി മലയ്ക്ക് പോകുന്നോ? കുറ്റിപ്പുറം ഭാരതപ്പുഴയുടെ പഴയ പാലമാണ് ഈ കാണുന്നത് കേട്ടോ. 1953 ഇത് പണി കഴിപ്പിച്ചത്. നവംബർ 11 ഉദ്ഘാടനം. അപ്പോൾ ഏകദേശം 72-73 വർഷത്തെ പഴക്കമുണ്ട് ഈ പാലത്തിന്. അന്നത്തെ മദ്രാസ് സർക്കാരിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഷൺമുഖ രാജശേഖര സേതുപതിയാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് നമ്മുടെ ആറുവരിപ്പാത കേട്ടോ. ആറുവരിപ്പാതയാണ് കാണുന്നത്. കുറ്റിപ്പുറം പുതിയ പാലാണ് കേട്ടോ. ഈ കാണുന്നത് പുതിയ പാലാണ്. അത് പഴയ പാലാണ് അപ്പുറത്ത് കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. അങ്ങനെ കുറ്റിപ്പുറം ബൈപ്പാസ് എത്തിയിട്ടാ. ആ കാണുന്ന വലത്തോട്ട് പോകുന്ന റോഡ് കുറ്റിപ്പുറം സ്റ്റാൻഡിക്കുള്ളതാണ്. നേരെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് പോകുന്നത് നമ്മൾ വളാഞ്ചേരിക്കാട്ടോ. ഇത് വളാഞ്ചേരി ടച്ച് ആവില്ലാത്ത, ഇത് വളാഞ്ചേരി ടച്ച് ചെയ്യാതെ കാവുംപുറം വഴി അങ്ങനെ കയറി പോവുകയാണ് ഈ പാലം. ഇവിടെയൊക്കെ വർക്ക് നല്ല സ്ട്രോങ് ആയി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ റെയിൽവേൻ്റെ പാലാണ്. റെയിൽവേൻ്റെ പാലം ഏകദേശം വർക്ക് കഴിഞ്ഞു. ഇനി PWDൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഇവിടെ ഏകദേശം വർക്കുകളൊക്കെ തീരാറായി തുടങ്ങിയിട്ടോ. നമ്മളെ ഭാഗത്തൊക്കെ കുറ്റിപ്പുറം ഭാഗത്തൊക്കെ ഏകദേശം വർക്ക് തീർന്നു തുടങ്ങി. കുറച്ച് പണി കൂടെ ഉള്ളൂ. ഇതൊക്കെ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഫില്ലർ വർക്കാണ്. ആ ഇരുമ്പിൻ്റെ ആ കാണുന്നതാണ് റെയിൽവേൻ്റെ ബ്രിഡ്ജ്. ഒക്കെ മെഷീനറി വർക്കായ കാരണേ നല്ല സ്പീഡാണ്. കുറേ ക്രെയിനുകൾ കണ്ടില്ലേ? വലിയ വലിയ ക്രെയിനുകളൊക്കെ വിദേശ രാജ്യങ്ങളിലെ മെഷീനുകളും വാഹനങ്ങളുമാണ് കാണുന്നത് കേട്ടോ. വലിയ പാറ മലകൾ മെഷീൻ വെച്ചിട്ട് ഡ്രില്ല് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണിത്. മലകളെ തുറന്നിങ്ങനെ ഒപ്പാക്കി എടുക്കണ്ടേ.
ഇത് കുറ്റിപ്പുറത്തുനിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ള ഭാഗമാണ്. താഴത്ത് 2 ലൈൻ കൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. സ്റ്റേഷൻ പടി എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിഞ്ഞ് അപ്പുറത്ത് പള്ളിപ്പടി. ഇത് പള്ളിപ്പടിയാണ് ഈ കാണുന്നത്. നമ്മൾ വളാഞ്ചേരി ടച്ച് ചെയ്യാതെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ടോളിൻ്റെ അവിടെ എത്തി. കഞ്ഞിപ്പുര ആണ് ടോൾ വരുന്നത്. അതായത് വെട്ടിച്ചിറക്കി 1 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് കേട്ടോ. ഇവിടെയാണ് ടോൾ വരിക. അപ്പോൾ വർക്കൊക്കെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 100 കിലോമീറ്ററിന് ഉള്ളിലായിട്ടാണ് ടോൾ പിരിവ് വരിക കേട്ടോ. ഇവിടെ പല ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ നിയമങ്ങളും വണ്ടിയുടെ കാര്യങ്ങളെ പറ്റിയിട്ടും. അന്ന് ഞാൻ പിന്നെ വായിച്ച് നോക്കിയില്ല. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. വണ്ടി പോകുന്ന ആൾക്കാർക്ക് ഇത്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത്ര പൈസ ഫ്രീ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ആറുവരിപ്പാത വർക്ക് നല്ല സ്പീഡായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ള പണി നല്ല വൃത്തിയിലുള്ള പണിയാണ് കേട്ടോ. അടിപൊളി പണിയാണ്. നമുക്ക് ഓപ്പണായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. കഞ്ഞിപ്പുര, വളാഞ്ചേരി കഞ്ഞിപ്പുര. ഇതാണ് വെട്ടിച്ചിറ ടൗൺ കേട്ടോ. കാടാമ്പുഴ പോണ വഴിയാണ് കാണുന്നത്. കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ആ കാണുന്നത്. നേരെ പോയ കോഴിക്കോട്, അങ്ങനെ പോയ കാടാമ്പുഴ, കരേക്കാട്, വളാഞ്ചേരിയിലേക്ക് വരാം. ഇത് പുത്തനത്താണി സെൻറ്ററാണ് കേട്ടോ. പുത്തനത്താണി സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരിക്ക് പോകുന്ന ഭാഗം കേട്ടോ. പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരിക്ക് പോകുന്ന റൂട്ടാണ്. ഇത് കോട്ടക്കൽ ഭാഗം കേട്ടോ. കക്കാട് കോട്ടക്കൽ. ഇത് ടൗൺ പള്ളിയാണ് കാണുന്നത്. നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നുണ്ട് കേട്ടോ. സ്ഥലക്കാകെ മാറ്റി മറിഞ്ഞു, ഹൈടെക്കായി. എവിടെ നോക്കുമ്പോൾ വികസനം തന്നെ. മമ്പറം, ചെമ്മാട്, പരപ്പനങ്ങാടി പോകുന്ന റോഡാണ് കാണുന്നത്. ഇത് നേരെ കൊണ്ടോട്ടി, കൂരിയാട്. ആറുവരിപ്പാത വന്നപ്പോൾ നമുക്ക് സ്ഥലം തന്നെ മനസ്സിലാവാത്ത മട്ടായിട്ടോ. ഇത് നമ്മളെ കുളപ്പുറം ഭാഗമായിട്ടാ. കുളപ്പുറത്തു നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ എയർപോർട്ട് റോഡാട്ടോ. നേരെ കൊണ്ടോട്ടി എയർപോർട്ട് റോഡാണ്. ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിരിക്കുന്നു കേട്ടോ. പഴയ കാലത്ത് വന്ന ആൾക്കാർക്കൊന്നും ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയില്ല.